ഹായ് കുട്ടികളെ, എന്തായി? കഴിഞ്ഞ ക്ലാസ്സിലുള്ള നമ്മളെടുത്തതൊക്കെ പഠിച്ചോ? എല്ലാവരും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടുകാരെയും കൂടെ അമ്മമാരെയൊക്കെ കൂടെ ഇരുത്താം, അമ്മമാരെയൊക്കെ കൂടെ ഇരുത്താം, എന്നിട്ട് അവരെയും കൂടെ ഒക്കെ എത്തിക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇനി നമ്മൾ ഫസ്റ്റ് പോർഷൻ ഒരുവിധം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്തത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യം ഐ ബട്ടണിലുള്ള ഫസ്റ്റ് പോർഷൻ കാണാം, എന്നിട്ട് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നതാണ്. അതിൻ്റെ സെക്ഷനിലുള്ള ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലുള്ള നമ്മുടെ ഫസ്റ്റ് പോർഷനിലുള്ള ഒന്നാമത്തെ ചോദ്യമാണ്: ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങൾക്ക് തുല്യമായ ത്രികോണങ്ങൾ മറ്റേ ത്രികോണത്തിൽ നിന്നും കണ്ടുപിടിച്ചെഴുതുക. ടെക്സ്റ്റില് നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ ത്രികോണങ്ങളാ? ത്രികോണം എ ബി സി. അത് 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇതാണ് ത്രികോണം എ ബി സിയുടെ അളവ് തന്നിരിക്കുന്നത്. ത്രികോണം പി ക്യു പി ക്യു ആർ, അതിൻ്റെ അളവുകളാണ് തന്നിരിക്കുന്നത് 5, 4, 6. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തുല്യമായ കോണുകൾ കണ്ടുപിടിച്ചെഴുതുക. ഇത് തുല്യ ത്രികോണങ്ങളാണോ? ആണല്ലോ. എന്തുകൊണ്ടാ? 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അതേ അളവുകൾ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അപ്പം എങ്ങനെയാണ്? നമ്മുടെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞിരുന്നു എന്താണ് രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാവാണെങ്കിൽ എന്താണ് അതിൻ്റെ തത്വം പറഞ്ഞിരിക്കുന്നത്? ത്രികോണങ്ങൾക്ക് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യ ത്രികോണങ്ങൾക്ക് എതിരെയുള്ള വശങ്ങളും കോണുകളും തുല്യമായിരിക്കും. ഓക്കെ ആണെന്ന് ഓർമ്മയുണ്ടോ? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, എ ബി സമം എത്രയാണ്? ത്രികോണം ആദ്യം നമ്മൾ എടുക്കുന്നത് ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും നമ്മൾ കൺസിഡർ എടുക്കുകയാണെങ്കിൽ ത്രികോണം എ ബി സിയിലെ ഒരു സൈഡ് എ ബിക്ക് തുല്യമായിട്ട് ത്രികോണം പി ക്യു ആറിലുള്ള ത്രികോണങ്ങൾ ഏതാണ്? വശം ഏതാണ്? പി ആർ. അത് രണ്ടും എത്രയാണ്? 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് എതിരെയുള്ള കോണ് ഏതാണ്? കോൺ സി. അതുകൊണ്ട് ഇങ്ങനെ 3 കുത്ത് നടന്നാറില്ലേ, അതുകൊണ്ട് എന്നുള്ളതിനാണ്. എ ബിക്ക് എതിരെയുള്ള കോണാണ് കോൺ സി. അതും ഇവിടെയുള്ള പി ആറിനെതിരെയുള്ള കോൺ ക്യൂ തുല്യമായിരിക്കും. അപ്പൊ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? ഒന്നാമത്തേത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഏതാണ്? ബി സി. ബി സി സമം, ബി സിക്ക് തുല്യമായിട്ട് ഇവിടെ ഏത് കോണാണുള്ളത്? 5 സെന്റിമീറ്റർ ആണ് ബി സി. ബി സി സമം പി ക്യു സമം 5 സെന്റിമീറ്റർ. അല്ല, ബി സി ഏതാണ്? ഇത് പി ക്യു 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏത് കോണുകളൊക്കെയാണ് തുല്യമായിരിക്കുക? ബി സിക്ക് എതിരെയുള്ള കോൺ ഏതാണ്? കോൺ എ. അതേപോലെ പി ക്യുവിനെതിരെയുള്ള കോൺ ഏതാണ്? കോൺ ആർ. അത് രണ്ടും തുല്യമായിരിക്കും. ഇനി അടുത്തത് ഏതാണ്? എത്ര വശമായി? 2 കോണുകളായില്ലേ? എയും കോൺ സിയുമായി. കോൺ ബി വേണ്ടേ? അപ്പം എ സി. എ സിക്ക് എതിരെയുള്ളത് ഏതാണ്? എ സിക്ക് തുല്യമായിട്ട് ഇവിടെ ഉള്ളത് ഏതാണ്? ആർ ക്യു അല്ലെങ്കിൽ ക്യു ആർ. സമം എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സിക്ക് എതിരെയുള്ള കോൺ ബി ആണ്. ക്യു ആറിനെതിരെയുള്ള കോൺ പി ആണ്. അപ്പം കോണുകളൊക്കെ തുല്യമാണെന്ന് കിട്ടി. ഏതൊക്കെ കോണുകളാണ് രണ്ട് ത്രികോണത്തിലും തുല്യമായതെന്ന് കണ്ടുപിടിച്ചെഴുതി. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാലോ? രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ, രണ്ട് ത്രികോണങ്ങളിലെ വശങ്ങൾ തുല്യമാണെങ്കിൽ ആ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ഇങ്ങനെയുള്ള കോണുകളെയാണ് തുല്യ
ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ആയല്ലോ. ഇനി സെക്കൻഡ് പ്രോബ്ലം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ഇതേപോലെ തന്നെയാണ്. രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണങ്ങൾക്ക് തുല്യമായ കോണുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോന്ന്. എന്താ തന്നിരിക്കുന്ന കോണിന്റെ പേര്? LMN. എത്രയൊക്കെ വശങ്ങൾ തന്നിരിക്കുന്നത്? 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അടുത്തതോ തന്നിരിക്കുന്ന കോണ് അല്ല ത്രികോണം ഇങ്ങനെയുള്ളൊരു ത്രികോണമാണ് അല്ലേ? ത്രികോണത്തിന്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട, നിങ്ങൾ നല്ല നീറ്റായിട്ട് വരയ്ക്കുക. സ്കെയിലും പെൻസിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ വരയ്ക്കുക, ചെയ്ത് പഠിക്കുക. മാത്സ് അറിയില്ല, മാത്സ് ടഫാണെന്ന് പറയുന്നവരോട് കണക്ക് എത്ര പ്രാവശ്യം ചെയ്ത് പഠിക്കുന്നോ അത്രയും പ്രാവശ്യം അത്രയും ഈസി ആയിട്ട് വരും. 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആണല്ലോ. XYZ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തുല്യ കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ആദ്യം ഏതെടുക്കുക? ത്രികോണം. എങ്ങനെ എഴുതാ? ത്രികോണം LMN, ത്രികോണം XYZ. ഈ രണ്ട് ത്രികോണത്തില് LM എന്ന വശത്തിന് തുല്യമായിട്ട് XYZ ഉള്ള ഏത് വശമാണ് തുല്യം? LM എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ തുല്യമായിട്ടുള്ളത് YZ ആണ്. YZ സമം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ LMന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ N, YZന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ X. അത് രണ്ടുമാണ് തുല്യം. അടുത്തതോ MN എന്നുള്ള വശം എടുക്കാം. MN സമം MN തുല്യമായിട്ട് ഇവിടെ XZ അല്ലെങ്കിൽ XZ സമം എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പം MNന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാണ്? കോൺ L. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാര്യം മനസ്സിലായാൽ MNന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കോൺ L, XZന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കോൺ Y. അടുത്തതോ വശം LN സമം LNന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ എത്ര ഉള്ളത്? തുല്യമായിട്ട് ഇവിടെയുള്ള വശം XY സമം 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ LNന് ഓപ്പോസിറ്റ് ആയിട്ട് കോൺ M, XYക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കോൺ Z. ഓക്കെ ആണല്ലോ. ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് തന്നെ കിട്ടിയത് ശരിയാണോ എന്ന് മാത്രമാണ് ഇതിൽ നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം. ഇത് ഒന്നാമത്തെ പ്രോബ്ലത്തിൽ തന്നെ എന്താ പറയാ, ഒന്നാമത്തെ പ്രോബ്ലത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ ഒന്നിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എല്ലാം നമ്മുടെ ആദ്യം പഠിച്ച ഒരൊറ്റ തത്വം വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒറ്റ തിയറി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിൽ AB സമം QR ആണ്, BC സമം RP ആണ്, CA സമം PQ ആണെങ്കിൽ ത്രികോണം ABCയിലെ കോൺ സിയും ത്രികോണം PQRലെ കോണുകളും എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോണ് തന്നിട്ടുണ്ട്, 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ത്രികോണങ്ങള്? ABC. പിന്നെന്താ തന്നിരിക്കുന്നത്? കോൺ A 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, കോൺ B 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ ത്രികോണം തന്നിരിക്കുന്നത്? PQR. പിന്നെ ചോദ്യത്തിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? AB സമം QR ആണ്. AB സമം QR ആണ്. ABയും QR ഉം ഒരേ നീളാണ്. ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും
4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ബി സി സമം ആർ പി. ബി സി സമം ആർ പി. ബി സി ഏതാണ്? ബി സിയും ആർ പിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ തന്നിരിക്കുന്നത്? സി എ. സി എ സമം ഏതാ തന്നിരിക്കുന്നത്? പി ക്യു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് തുല്യ ത്രികോണല്ലേ? ഒരു ത്രികോണത്തിലെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണ്. എ ബി എന്ന് പറയുന്ന വശം ക്യു ആറിന് തുല്യമാണ്. ബി സി എന്ന് പറയുന്ന വശം ആർ പിക്ക് തുല്യമാണ്. എ സി എന്ന് പറയുന്ന വശം പി ക്യുവിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ തത്വം? വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ത്രികോണം എ ബി സി എടുക്കാം. ത്രികോണം എ ബി സി എടുക്കുകയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ത്രികോണം എ ബി സിയിലെ കോൺ സിയുടെ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് അതല്ലേ പറഞ്ഞിരിക്കുന്നത്? കോൺ സിയുടെ അളവ്. എങ്ങനെ കോൺ സിയുടെ അളവ് കണ്ടുപിടിക്കാം? ഒരു ത്രികോണത്തിൽ, ഞാൻ ത്രികോണം ആദ്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. കോൺ എ, ത്രികോണത്തിലെ കോൺ എയും കോൺ ബിയും കോൺ സിയും കൂടെ കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. അപ്പൊ കോൺ എ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 40. കോൺ ബി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 60. ഇതൊക്കെ നോട്ടിൽ എഴുതുമ്പോൾ, പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോഴാണെങ്കിൽ കോൺ എ സമം 40 എന്നിവിടെ എഴുതണം. കോൺ ബി സമം 60 എന്നിവിടെ എഴുതണം. ഓക്കെ. പ്ലസ് കോൺ സി സമം 180 വേണം. 40 60 കൂട്ടിയാൽ എത്രയാ? 100 പ്ലസ് കോൺ സി സമം 180. അങ്ങനെയാണെങ്കിൽ കോൺ സി എത്രയായിരിക്കും? ഇവിടെ കൂട്ടണം എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുറയ്ക്കണം എന്നാവും. 180 കുറയ്ക്കണം 100. 180 100 കുറച്ചാൽ, കുറയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ, 80 ഡിഗ്രി കിട്ടും. അപ്പൊ കോൺ സി സമം 80 ഡിഗ്രി കിട്ടി. ഓക്കെ ആയല്ലോ. ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കോണുകളൊക്കെ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എങ്ങനെയാ? എ ബി സമം പി ക്യു ആണല്ലോ. എ ബി സമം ക്യു ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിക്ക് എതിരെയുള്ള കോണുകൾ ഏതാണ്? എ ബി സമം ക്യു ആർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കൂടെ മാറ്റി എഴുതണേ ഇവിടെ. എ ബി സമം, ഇനി എന്താ എഴുതേണ്ടത്? ത്രികോണം എ ബി സി ത്രികോണം പി ക്യു ആർ എടുക്കുമ്പോൾ എ ബി സമം ക്യു ആർ ആണ്. അതുകൊണ്ട് തന്നെ എ ബിക്ക് എതിരെയുള്ള കോൺ, കോൺ സി സമം ഏതായിരിക്കും? ക്യു ആറിനെതിരെയുള്ള കോൺ, കോൺ പി. കോൺ സി എത്ര? 50. അതുകൊണ്ട് കോൺ പിയും 80 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 80 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തതോ? മുകളിൽ കാണുന്നുണ്ടോ? ഓക്കെ, ഇതിന് കുറച്ച് മേലേക്ക് എഴുതാം. ഇതുവരെയൊക്കെ എല്ലാവരും എഴുതിയെടുത്തതല്ലേ? എന്തായാലും ഇവിടെ എഴുതാം. ബി സി സമം, ബി സി സമം എന്താ പറഞ്ഞിരിക്കുന്നത്? പി ആർ. ബി സി സമം പി ആർ ആയതുകൊണ്ട് ബി സിക്ക് എതിരെയുള്ള കോൺ ഏതാണ്? കോൺ എ സമം പി ആറിനെതിരെയുള്ളത് കോൺ ക്യൂ. അപ്പൊ കോൺ എ എത്രയാണ്? 40. അതുകൊണ്ട് കോൺ ക്യൂ 40 ഡിഗ്രി. അപ്പൊ ഇത് 40 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സി എ. സി എ സമം പി ക്യൂ ആണ്. സി എ ഏതാണ്? സി എ സമം പി ക്യൂ ആണ്. അപ്പൊ സി എക്കെതിരെയുള്ള കോണ് കോൺ ബി ആണ് സമം പി ക്യൂ അല്ലെ? പി ക്യൂക്കെതിരെയുള്ളത് കോൺ ആർ. അപ്പൊ കോൺ ബി എത്രയായിരുന്നു? 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതും 60 ഡിഗ്രി. ഓക്കെ ആലോ. ഈ പ്രോബ്ലം ഒന്നും കൂടെ കേൾക്കുക. മനസ്സിലാവാത്തവർ ഒന്നും കൂടെ കേൾക്കുക. ഒന്നും കൂടെ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം ഇത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഐഡിയ വരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. നമ്പർ 3. എന്താ
എന്താണ് തന്നിരിക്കുന്നതിൽ എ ബി സമം ക്യു ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ത്രികോണം എ ബി സി, പിന്നെ ഏതാണ് തന്നിരിക്കുന്നത് ത്രികോണം പി ക്യു ആർ. ഇവിടെ കോൺ എ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ക്യു 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും. ത്രികോണം എയിലെ കോൺ എയുടെ അളവ് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. കോൺ ക്യു 70 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ ബി സമം എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്യു ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബി സി സമം പി ക്യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി സമം പി ക്യു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സി എ സമം ആർ പി. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ത്രികോണത്തിലെ മറ്റു കോണുകളുടെയൊക്കെ അളവുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺ ബിയുടെ അളവ് വേണം, കോൺ സിയുടെ അളവ് വേണം, കോൺ പിയുടെ അളവ് വേണം, കോൺ ആറിന്റെ അളവ് വേണം. അപ്പൊ നമ്മൾ എന്താ എങ്ങനെ ഉത്തരം എഴുതാ? ത്രികോണം എ ബി സി എടുക്കുകയാണെങ്കിലും ത്രികോണം പി ക്യു ആറും എടുക്കാം. എ ബി സമം ക്യു ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി ഇതാണല്ലോ. അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഏതാണ്? കോൺ സി. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ക്യു ആർ ആണ്. ക്യു ആർ സമം എ ബി ഇതാണ്, ക്യു ആർ ഇതാണ്. ക്യു ആറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കോൺ പി. അത് രണ്ടും തുല്യമായിരിക്കുമല്ലോ. അതൊന്നാമത്തത്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ബി സി സമം പി ക്യു ആണ്. ബി സി സമം പി ക്യു. ബി സി എന്ന് പറയുന്നത് ഏതാണ്? ഇത്. ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ കോൺ എ സമം എന്താണ്? പി ക്യു. പി ക്യു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ കോൺ ആർ. പക്ഷെ എന്താണ് കോൺ എ എത്രയാണെന്ന് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ ആർ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? ആണ്. തുല്യ ത്രികോണങ്ങളല്ലേ? കോൺ എ 60 ഡിഗ്രി ആയതുകൊണ്ട് കോൺ ആറും 60 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തതോ? പിന്നെന്താ തന്നിരിക്കുന്നത്? സി എ. സി എ സമം ആർ പി ആണ്. അങ്ങനെയാണെങ്കിൽ സി എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാണ്? സി എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണ് കോൺ ബി. പിന്നെയോ ആർ പി. ആർ പിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കോൺ ക്യു. അങ്ങനെയാണെങ്കിൽ കോൺ ക്യു എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 70 ഡിഗ്രി. അതുകൊണ്ട് കോൺ ബി എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ പിന്നെ കിട്ടി? കോൺ ആറ് കിട്ടി. എത്രയാണ്? 60. ഇവിടെ ആണെങ്കിലോ കോൺ ബി 70 കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ വേണം? കോൺ സിയും കോൺ പിയും വേണം. ഇത് വേണം. എങ്ങനെ കിട്ടും? അപ്പൊ നമ്മൾ ഈ ത്രികോണം കൺസിഡർ ചെയ്യാം. ത്രികോണം എ ബി സി എടുത്താൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി എത്രയായിരിക്കും? 180 വേണം. ത്രികോണത്തിലാകെ കോണുകളുടെ തുക 180 വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺ എ എത്രയാണെന്നറിയാം? 60. കോൺ ബി എത്രയാണെന്നറിയാം? 70. കോൺ സി അറിയില്ല, 180. 60ഉം 70ഉം കൂട്ടിയാൽ എത്രയാ? 130 അല്ലേ? പ്ലസ് കോൺ സി സമം 180. അപ്പൊ കോൺ സി സമം എത്രയായിരിക്കും? 180 കുറയ്ക്കണം 130. എത്രയാ കോൺ സി കിട്ടുക? കോൺ സി സമം 50 അല്ലേ? കോൺ സി സമം 50 ഡിഗ്രി. കോൺ സി 50 ആണെങ്കിൽ എന്തായിരിക്കും? കോൺ പിയും 50 തന്നെ ആയിരിക്കും അല്ലേ? കോൺ സി സമം കോൺ പി ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കോൺ പിയും 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എല്ലാ കോണുകളുടെയും തുക, എല്ലാ കോണുകളുടെ അളവ് കിട്ടിയോ?
സിമ്പിൾ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചിത്രത്തിലെ ത്രികോണം ABC, ത്രികോണം ABD എന്നിവയിലെ കോണുകൾ തുല്യമാണോ? എന്തുകൊണ്ട്? അപ്പം തുല്യമാണോ എന്ന് എങ്ങനെയാ നോക്കുക? എങ്ങനെയാണ് തുല്യമാവുക? രണ്ട് ത്രികോണങ്ങൾ തുല്യമാവണമെങ്കിൽ രണ്ട് ത്രികോണങ്ങളിലെയും വശങ്ങൾ തുല്യമായിരിക്കണം. വശങ്ങൾ തുല്യമാണെങ്കിൽ എന്തായിരിക്കും? കോണുകളും വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പം നമ്മൾ എന്തെടുക്കുക? ത്രികോണം ABCയും ത്രികോണം ഏതാണ്? ത്രികോണം ABDയും എടുക്കുക. അങ്ങനെയാണെങ്കിലോ ഇതില് ത്രികോണം ABCയിൽ നമ്മൾ നോക്കുക. ഫസ്റ്റത്തത് ത്രികോണം വശം AC എത്ര? AC സമം 8 സെന്റിമീറ്റർ ആണ്. അതേ നീളം തന്നെയാണ് ഇതും തന്നിരിക്കുന്നത്. AD എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് രണ്ട് വശങ്ങള് തുല്യമാണ് ആണല്ലോ. ഇനി എന്താ തന്നിരിക്കുന്നത്? BC അതിന് തുല്യമാണ്, BDക്ക് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. രണ്ടും എത്രയാണ്? 6 സെന്റിമീറ്റർ. പിന്നെ എന്താണ് ഒരു ത്രികോണത്തിന്റെ വശം ഉണ്ടാവുക? മൂന്നാമത്തെ വശം രണ്ടിനും തുല്യമാണ്. AB സമം AB ആണ്. അപ്പൊ എന്തായി? ഈ ത്രികോണം ABCയിലെ ACയും BCയും ABയും എന്താണ്? ത്രികോണം ADBയിലെ അല്ലെങ്കിൽ ത്രികോണം ABDയിലെ AD BD AB എന്നീ വശങ്ങൾക്ക് തുല്യമാണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വശങ്ങൾ തുല്യമായ അതിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കില്ലേ? നമ്മൾ നോക്കാം. ത്രികോണം ACക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാണ്? AC സമം AD ആയതുകൊണ്ട് തന്നെ എന്താണ്? ACക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ B എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? B ഇവിടെ രണ്ട് കോണായിട്ട് വഹിച്ചിട്ടില്ലേ? അപ്പം കോൺ B എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പേര് എഴുതാം കോൺ ABC. എങ്ങനെ പറയാ? കോൺ ABC സമം എന്താണ്? ADക്ക് തുല്യമാണ്. ADക്ക് തുല്യമായിട്ട് എന്ന് പറയുമ്പം കോൺ ABD. അത് രണ്ടും തുല്യമാണ്. ഇനി അടുത്തത് ഏതാണ്? BCയും BDയും തുല്യമാണ്. BCയും BDയും തുല്യമാണെങ്കിലോ BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ A അല്ല, കോൺ BAC. കോൺ BAC സെൻട്രൽ ആയിട്ട് വരണം. സമയം എന്താണ്? കോൺ BAD അല്ലെ? BDക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കോൺ BAD. അടുത്തതോ AB സമം AB ആണ്. അപ്പൊ ABക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ C ആണ്. അതുകൊണ്ട് കോൺ C സമം കോൺ D. അപ്പൊ കോണുകളൊക്കെ തുല്യമാണ്. രണ്ട് ത്രികോണങ്ങൾ എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ചെഴുതണം. എന്താ വിശദീകരിച്ചെഴുതുക? നമ്മുടെ ഫസ്റ്റ് പഠിച്ച തത്വം എന്താണത്? രണ്ട് ത്രികോണങ്ങളിലെ വശങ്ങൾ തുല്യമാണെങ്കിൽ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. സെയിം ഇതേപോലെ തന്നെ തന്നിരിക്കുകയാണ്. ABCD. അടുത്തത് ചിത്രത്തിലെ ABCDയിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ABയും AD തുല്യമാണിത് ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ്. BC CD എന്നിവ തുല്യമാണ്. ഇനി ചതുർഭുജത്തിലെ ബാക്കി കോണുകളെല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺ DAC നമുക്ക് തന്നിട്ടുണ്ട്. DAC ഞാൻ പിന്നെ പറയില്ല. പേര് കൊടുക്കുമ്പോൾ കോൺ A എന്ന് പേര് കൊടുക്കാൻ പാടില്ല. ഇത് രണ്ടായിട്ട് രണ്ട് കോണുണ്ട് എയില്. അതുകൊണ്ട് DAC എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. കോൺ ACB
അതെങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. ACB എന്ന് കൊടുക്കാം, BCA എന്ന് പേര് കൊടുക്കാം. C സെൻറ്ററിൽ വരണമെന്നുള്ളൂ. 50 ഡിഗ്രി. ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മറ്റുള്ള കോണുകളൊക്കെ കണക്കാക്കാനാണ്. അപ്പം എന്താണ് നമ്മളെടുക്കാം? ത്രികോണം ADC, ത്രികോണം ABC. എന്താണ് ത്രികോണം ADC എന്ന് പറയുന്നത് ഈ കോണും ത്രികോണം ABC എന്ന് പറയുന്നത് ഇതുമാണ്. അതിൽ AD സമം എന്താണ്? AB ആണ് അല്ലേ? അപ്പൊ ADക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാണ്? കോൺ ACD അല്ലേ? കോൺ ACDയും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ABക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാണ്? കോൺ ACB. തുല്യമായിരിക്കില്ലേ? ഒരു വശത്തിന് AD എന്ന് പറയുന്ന വശത്തിന് എതിരായിട്ടുള്ള കോണാണ് കോൺ ACD. അതേപോലെ AB തുല്യമായതുകൊണ്ട് AB എന്നുള്ള വശത്തിന് തുല്യമായിട്ടുള്ള കോണാണ് കോൺ ACB. കോൺ ACB എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺ ACDയും 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. ഏതാണ്? CD സമം ഏതാണ് പറഞ്ഞിരിക്കുന്നത്? BC ആണ്. അപ്പൊ CDക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ DAC സമം BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് CAB. കോൺ CAB. അപ്പൊ എത്രയായിരിക്കും? DAC എത്രയാണ്? 30 ഡിഗ്രി ആയത്. അതുകൊണ്ട് CAB എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30. ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? ഇനി നമുക്ക് കോൺ Dയും കോൺ Bയും കിട്ടണം. എങ്ങനെ കിട്ടും? നമ്മൾ ഒരു ത്രികോണം മാത്രം എടുക്കുക. ഏതാണ് ത്രികോണം എടുക്കുന്നത്? ത്രികോണം ADC എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിലുള്ള 3 കോണുകൾ കൂട്ടിയാൽ 150 കിട്ടണ്ടേ? അപ്പം നമ്മൾ ത്രികോണം ADC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺ ACD പ്ലസ് പിന്നെ എന്താണ്? CAD പ്ലസ് കോൺ D സമം 180 ഡിഗ്രി ആയിരിക്കണം. ആണല്ലോ? ACD എത്രയാ? ACD എത്രയാ? 50 ഡിഗ്രി. ഇവിടെ തന്നിട്ടില്ലേ? ACD 50 ഡിഗ്രി. ഇനി DAC അല്ലെങ്കിൽ CAD. കോൺ ACD പ്ലസ് കോൺ അപ്പോൾ അടുത്തത് നമ്മൾ ത്രികോണം ADC കൺസിഡർ എടുക്കുകയാണെങ്കിൽ ADCയിൽ ത്രികോണം കോൺ ACD പ്ലസ് കോൺ DAC പ്ലസ് കോൺ D എത്രയായിരിക്കണം? 180 ആയിരിക്കണം. എന്താണ്? ത്രികോണത്തിലെ എല്ലാ കോണുകളും ആകെത്തുക 180 ഡിഗ്രിയാണ്. കോൺ ACD എത്രയാണെന്ന് നമുക്കറിയാലോ? 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. DAC എത്രയാണ്? 30 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ വേണ്ടത്? കോൺ D എത്രയായിരിക്കും? അപ്പോൾ ഇതൊക്കെ മനക്കണക്കൊക്കെ ചെയ്യാനേ ഉള്ളൂ. 50 30 കൂട്ടിയാൽ 50 പ്ലസ് കോൺ D സമം 180. അങ്ങനെയാണെങ്കിൽ കോൺ D എന്ന് പറയുന്നത് 180 മൈനസ് 80 100. ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ 1-2 പ്രാവശ്യം പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും കാണുക. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാൻ. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എപ്പോഴാണ് ഞാൻ ഇടുന്നത് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കാം.